ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി പാവയ്ക്കാത്തോരൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ചോപ്പറിലാണ് ഞാനിത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഒരു പാവയ്ക്കായും ഒരു ചെറിയ സവോളയും ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകിയ പാവയ്ക്കയാണ്, അതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ്സ് ടൈം മതിയായിരുന്നു കുക്കിങ്ങിന്. പെട്ടെന്ന് തന്നെ ആയി കിട്ടി. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും അയൺ റിച്ച് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് പാവയ്ക്ക. ഇനി നമുക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത്, ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ്സ് കൊണ്ട് എനിക്കത് കുക്കായി കിട്ടി. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പാവയ്ക്കാത്തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.